ഹായ് മുത്തുമണികളെ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗ് കേട്ടോ, ചെറിയ വ്ളോഗ്. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ട് ഇന്നെ വിഷ് ചെയ്തു. ഒരുപാട് ഫ്രണ്ട്സ് കേട്ടോ, ഒരുപാട് ഫ്രണ്ട്സ്. എല്ലാവരോടും ഒത്തിരി താങ്ക് യു. ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. പിന്നെ ഇൻസ്റ്റയിൽ, യൂട്യൂബിൽ, വാട്സപ്പിൽ ഒരുപാട് പേര് കേട്ടോ. ഒത്തിരി സന്തോഷം. പിന്നെ അതുപോലെ വേറൊരു സന്തോഷം എന്താ വെച്ചാൽ, നമ്മളെ ഒരു ഫാമിലി മെമ്പർ തന്നെ, നമ്മളെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ എന്താ പറയുക, മല്ലു തമിഴൻ വ്ളോഗ് അറിയില്ലേ? എല്ലാവർക്കും അറിയില്ലേ? അറിയാത്തവർ എന്തായാലും പോയിട്ട് ഒന്ന് വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ല സപ്പോർട്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കേക്കൊക്കെ സ്പോൺസർ ചെയ്തിട്ടാണ്. കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് രാത്രി ഇക്ക വന്നിട്ടാട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ കേക്ക് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരു ഇക്കാക്ക് പൈസ തന്നിനു കേക്ക് എൻ്റെ വകയെന്ന് പറഞ്ഞാണ്ട്. അങ്ങനെ ഇക്കാനെ കോണ്ടാക്ട് ചെയ്ത് ഇവിടെ പുതിയൊരു ഷോപ്പ്, നമ്മളവിടെ തന്നെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടോ. മാഷാ അല്ലാഹ് അടിപൊളി കേക്കാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ ഈ കേക്ക് സ്പോൺസർ ചെയ്ത മല്ലുവിന് ഒരുപാട് താങ്ക് യു മല്ലു. മല്ലു എന്നോട് പറഞ്ഞു, ഒരു കുഞ്ഞനിയത്തിയാണ്, എൻ്റെ അനിയത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ താങ്ക് യു കേട്ടോ. നമ്മൾ യൂട്യൂബിലൂടെ ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നു, പിന്നെ ഓരോ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുക. ഒരുപാട് സന്തോഷം. താങ്ക് യു മല്ലു, താങ്ക് യു. ഇക്ക ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ വന്നത്. സാധാരണ ഇക്ക 9:45 വരല്ലേ, പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഇക്ക ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ക ഫുഡ് കഴിച്ചതിന് ശേഷം കേക്ക് കട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ മുത്തുമണികളെ, ഇതാണ് കേട്ടോ നമ്മളെ കേക്ക്. അടിപൊളി കേക്കാണ്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. എന്നാലും മാഷാ അല്ലാഹ് നമുക്കൊരു കേക്കൊക്കെ സ്പോൺസർ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചെറിയതാണെങ്കിലും അത് നമുക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെയൊക്കെ ഒരു കേക്കൊക്കെ സ്പോൺസർ ചെയ്തു എന്നൊക്കെ. ഇക്കാക്കും തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ മുത്തുമണികളെ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ഇപ്പം ഞാൻ ലൈവ് എടുക്കുന്ന സമയത്താണെങ്കിലും അവരൊക്കെ സമയം മാറ്റി വെച്ചിട്ട് എൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യും, വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യും. ഒരുപാട് സന്തോഷം കേട്ടോ അങ്ങനെയൊക്കെ. കാരണം ഒരു കൂടപ്പിറപ്പ് എന്നുള്ള ആ ഒരു സ്നേഹമൊക്കെ ഒരുപാട് താത്തമാരാവട്ടെ. അപ്പോൾ മുത്തുമണികളെ, ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ചെറിയൊരു കേക്ക് കൂടെയൊക്കെ കഴിഞ്ഞു. അത് നമ്മളെ മല്ലു തമിഴൻ വ്ളോഗ് നമുക്ക് കേക്ക് സ്പോൺസർ ചെയ്തത്. ഒരുപാട് താങ്ക് യു കേട്ടോ, ഒത്തിരി താങ്ക് യു. മുത്തുമണികളെ, ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ഇതേപോലെ ഗിഫ്റ്റുകൾ ഒക്കെ നമുക്ക് തരിക, അതുപോലെ ഓരോരുത്തരുടെ സ്നേഹം. ഒത്തിരി സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. എനിക്ക് ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തരാൻ എന്താ പറയുക, ഇങ്ങനെ ഫോണിൽ കൂടെ തരാൻ കഴിയില്ലല്ലോ, നേരിട്ട് കടമില്ലേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളൊരു 1 മില്യണൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും, നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും നമുക്ക് നേരിട്ട് കാണണം ആഗ്രഹം. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നേരം ഭക്ഷണം തരാനൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് 1 മില്യൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ അതേപോലെ എനിക്ക് നല്ല ജോലി ആവാനൊക്കെ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര ഇട്ടത് ചെറിയൊരു കേക്ക് കുറേൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ കൂടിയ പോലെയാണ് ഞാനിങ്ങനെ മനസ്സിൽ കണ്ടത്. സത്യമായിട്ട് ഞാൻ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. കേക്ക് മുറിച്ച സമയത്ത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉള്ള ആ ഒരു ഫീലിലാണ് ഞാൻ കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ.